നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഗാമിദിയക്കാരിയായ ഒരു പെണ്ണ് വന്നു. യാ റസൂലല്ലാഹ് ഇന്നി സനൈതു ഫതഹിർനി. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ സിന ചെയ്തിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ വൃത്തിയാക്കണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞവളാണെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലണം. നബി, ആ ശിക്ഷ നിങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണ് വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി അയക്കുകയാണ്. അവർ തൗബ ചെയ്ത് മടങ്ങട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയക്കുകയാണ്. അടുത്ത ദിവസവും അവർ വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നെ മടക്കി അയക്കുന്നത്? ഫവല്ലാഹി ഇന്നി ലഹുബ്ല, തീർച്ചയായിട്ടും ഞാൻ ഗർഭിണിയാണ്, സിനയിലൂടെ ഞാൻ ഗർഭിണിയായിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോകണം, ഇപ്പോൾ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല, നിങ്ങളുടെ പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങൾ വരും. ആ സഹാബി വനിത തിരിച്ചുപോയി. അവരുടെ പ്രസവം കഴിഞ്ഞു. കുഞ്ഞിനെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരാൻ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ പ്രസവിച്ചിട്ടുണ്ട്, ഇതാണ് എൻ്റെ കുഞ്ഞ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബി ഫഅർദിഈഹി ഹത്താ തുഫ്തിനീഹി, നീ ആ കുട്ടിക്ക് പാല് കൊടുക്കുക, മുല കൊടുക്കുക, അവൻ്റെ മുലകുടി പ്രായം തീരുന്നത് വരെ അവൻ്റെ കൂടെ തന്നെ നീ വേണം, ഇപ്പോഴും ശിക്ഷ നടപ്പിലാക്കാൻ പറ്റൂല. അങ്ങനെ അവർ വീണ്ടും തിരിച്ചു മടങ്ങി. മുലകുടി പ്രായം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഹുബ്സിൻ്റെ കഷ്ണവും കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ വരുന്നത്. എൻ്റെ കുട്ടിയുടെ മുലകുടി പ്രായം തീർന്നിട്ടുണ്ട്, അവന് ഹുബ്സൊക്കെ തിന്നാനായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെടാനായിരുന്നു അത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആ ശിക്ഷ നടപ്പിലാക്കാൻ പറഞ്ഞു. ആ സഹാബി വനിതയെ അവർ എറിഞ്ഞു കൊല്ലുകയാണ്. അപ്പോൾ ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തി കല്ലെറിയുന്നു. കല്ലെറിയുന്നതിനിടയിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് അവരുടെ ശരീരത്തിൽ നിന്നൊരു തുള്ളി ചോര തെറിച്ചു. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അദ്ദേഹം ആ പെണ്ണിനെ ചീത്ത വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദ്, നീ അവരെ ചീത്ത വിളിക്കരുത്. അവർ ചെയ്ത തൗബയുണ്ടല്ലോ, അത് വലിയ അക്രമിയായ അന്യായമായി നികുതി പിരിക്കുന്ന ഒരാൾ ആ തൗബ ചെയ്താലും അത് അയാൾക്ക് മതിയാകുന്നതാണ്. ആ സഹാബി വനിതയുടെ ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു സിന ചെയ്ത പെണ്ണിന് വേണ്ടിയിട്ട് നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുകയാണോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീനതി ലവസിഅതുഹും. മദീനയിലെ 70 ആളുകൾക്ക് ആ പെണ്ണ് ചെയ്ത തൗബ വിഭജിച്ചു കൊടുത്താലും വീതിച്ചു കൊടുത്താലും ഉമർ അവർക്കത് മതിയാകും. അത്ര നിഷ്കളങ്കമായ തൗബയാണ് ആ പെണ്ണിൻ്റെ തൗബ. പ്രിയപ്പെട്ടവരെ, ദുനിയാവ് ഒരു പ്രശ്നമായിരിക്കില്ല, ആഖിറത്തൊരു വിഷയമായിരിക്കും. സ്വർഗം നമുക്കൊരു പ്രശ്നമാണോ, സ്വർഗം നമ്മുടെ ലക്ഷ്യമാണോ, ഓർക്ക് ദുനിയാവ് ഒരു പ്രശ്നമായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് ഈ സഹാബി വനിതയെ തിരിച്ചയച്ചത്? ഇതിനിടയിലൊക്കെ വലിയ ഗ്യാപ്പ് ഉണ്ടല്ലോ. അവരാദ്യം വരുന്നു, ഗർഭിണിയാണ്, പ്രസവിക്കുന്നവരെ കാത്തിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനിടെ വലിയൊരു ഇടവേളയുണ്ട്. പ്രസവിച്ചിട്ട് വന്നിട്ട് നബി പറയാണ്, കുട്ടിക്ക് പാല് കൊടുക്കണം. അപ്പോഴും അവർക്ക് സമയം കിട്ടുന്നുണ്ട്. പക്ഷെ ആ സമയത്തിനിടയ്ക്കൊന്നും അവരുടെ മനസ്സ് മാറുന്നില്ല. ആ ശിക്ഷ നടപ്പിലാക്കണം എന്ന തീരുമാനത്തിൽ നിന്ന് ഒരു അല്പം പോലും അവർ പുറകോട്ട് മാറുന്നില്ല. ഹദീസിൽ നമ്മൾ കാണുന്നൊരു വാചകമുണ്ട്, ഫദഫഅ സ്വബിയ്യ ഇലാ റജുലിൻ മിനൽ മുസ്ലിമീൻ. അത് വല്ലാത്തൊരു വാക്കാണ്. അവസാനം അവർ ആ ശിക്ഷ ഏറ്റുവാങ്ങുന്ന സമയത്ത് അവരൊരു ഉമ്മയാണ്. അവരുടെ കയ്യിലുള്ളത് അവർ പ്രസവിച്ച അവരുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയാണ്. കാരണം എന്താണെന്നറിയോ? അവർക്ക് ദുനിയാവിൻ്റെ വലുപ്പം എന്താണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ആഖിറത്തിൻ്റെ വലുപ്പം എന്താണ് എന്നും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം എത്തുന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അയുർദീക് അനുഅതിയക ദുനിയ വമിസ്ലഹാ മഅഹാ. ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും അതുപോലുള്ളത് നിനക്ക് തന്നാൽ
നിനക്ക് തൃപ്തിയാവുമോ, നിനക്കത് മതിയാകുമോ എന്നാണ് സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം എത്തുന്ന ആളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. ദുനിയാവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ളൊക്കെ പറയുന്നുണ്ട്, ദുനിയാവിൻ്റെ തുടക്കം മുതൽ, ഈ ദുനിയാവ് എന്നു മുതലാണോ തുടങ്ങിയത് അന്നു മുതൽ ഈ ദുനിയാവ് അവസാനിക്കുന്നത് വരെ എന്തൊക്കെയുണ്ട് അത് മുഴുവൻ അള്ളാഹു അയാൾക്ക് കൊടുക്കും, അതുപോലുള്ളത് പിന്നെയും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് തൃപ്തിയാവോ എന്നാണ് ഏറ്റവും അവസാന സ്വർഗത്തിലേക്ക് എത്തുന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നഷ്ടം എന്താണ്? സ്വർഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ സ്വർഗത്തിലും നരകത്തിലും അള്ളാഹു മുക്കിയെടുക്കുന്ന ഓരോ മനുഷ്യന്മാരെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യുക്താ ബി അൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലിന്നാർ. ദുനിയാവിലെ ഏറ്റവും കൂടുതൽ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചൊരു മനുഷ്യൻ, പക്ഷെ അയാൾ നരകക്കാരനാണ്. ആ മനുഷ്യനെ അള്ളാഹു ഒന്ന് നരകത്തിൽ മുക്കിയെടുക്കുന്നതാണ്. നരകത്തിൽ മുക്കിയെടുത്തിട്ട് അയാളോട് അള്ളാഹു ചോദിക്കുകയാണ്, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു. ദുനിയാവിൽ നീ എന്തെങ്കിലും സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു. ദുനിയാവിൽ നീ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറയുന്നതാണ്, ലാ യാ റബ്ബ്, ഞാൻ ഒന്നും അനുഭവിച്ചിട്ടില്ല. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ആളാണ് അയാൾ. പക്ഷേ നരകത്തിലൊന്ന് മുക്കിയെടുക്കുന്നതോടുകൂടി അയാൾ അതൊക്കെ മറന്നു കളഞ്ഞു. വേറൊരാൾ അള്ളാഹു കൊണ്ടുവരും. ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിച്ച മനുഷ്യനാണ് അയാൾ. പക്ഷെ അയാൾ സ്വർഗ്ഗക്കാരനാണ്. സ്വർഗത്തിൽ ആ മനുഷ്യനെ ഒന്ന് മുക്കിയെടുത്തിട്ട് അള്ളാഹു അയാളോട് ചോദിക്കുന്നതാണ്, ഹൽ റഅയ്ത ബുഅ്സൻ ഖത്തു. ദുനിയാവിൽ നീ എന്തെങ്കിലും ദുരിതം അനുഭവിച്ചിട്ടുണ്ടോ? ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു. ദുനിയാവിൽ നീ എന്തെങ്കിലും യാതനകൾ അനുഭവിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? അപ്പം അയാൾ പറയുന്നതാണ്, ദുനിയാവിൽ ഞാൻ ഒന്നും അനുഭവിച്ചിട്ടില്ല. കാരണം സ്വർഗത്തിലൊന്ന് മുക്കിയെടുക്കുന്നതോടുകൂടി അയാൾ ദുനിയാവിൽ അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ അയാൾ മറക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഇതാണ് നരകവും സ്വർഗവും എന്ന് പറഞ്ഞാൽ. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നന്മ ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പരമാവധി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള അനുവാദം കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നുണ്ട്, മൻ യുഹാജിറു മഈ. എൻ്റെ കൂടെ ആരാണ് ഹിജ്റ പോരുക? എൻ്റെ കൂടെ കൂട്ടിന് ആരാണ് ഉണ്ടാവുക? അബൂബക്കർ സിദ്ദീഖ്. അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ കൂടെ അബൂബക്കർ ഉണ്ടാകും. ആ സന്തോഷ വാർത്ത അറിയിക്കാനും ഹിജ്റയുടെ പ്ലാനുകൾ ആസൂത്രണം ചെയ്യാനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞു, ഫഇന്നി ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജ്. ഇതാ മദീനയിലേക്ക് പുറപ്പെടാനുള്ള അനുവാദം അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി, അസ്സുഹ്ബത്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കും നിങ്ങളുടെ കൂടെ പോരാൻ പറ്റുമോ? എനിക്കും പോരാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ടോ? മക്കയിൽ നിന്ന് മുഹാജിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ ബാക്കിയാണ്. എനിക്കും പോരാനുള്ള അനുവാദം അള്ളാഹു തന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുഹ്ബ, നിങ്ങൾക്കും പോരാനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകാൻ. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയാണ്, ഒരാൾ സങ്കടം വന്നാലും കരയുമെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. സന്തോഷം ഉണ്ടായാലും ഒരാൾ കരയുമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. സങ്കടം ഉണ്ടായാലും വേദന ഉണ്ടായാലും വിഷമം ഉണ്ടായാലും ഒക്കെ മനുഷ്യന്മാർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സന്തോഷം കാരണം ഒരാൾ കരയുമെന്ന് എൻ്റെ ഉപ്പ അബൂബക്കർ കരയുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യാ റസൂലല്ലാഹ് ഇൻദീ നാഖത്താൻ. അള്ളാഹുവിൻ്റെ റസൂൽ, എൻ്റെ അടുക്കൽ 2 ഒട്ടകമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റക്കുള്ള ഒട്ടകത്തെ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. ഏത് സമയത്താണോ നബിൻ്റെ അനുവാദം കിട്ടുന്നത് അപ്പോൾ പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കാൻ. ഒന്ന് എനിക്കുള്ളതാണ്, അതിലൊന്ന് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട ഒട്ടകത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെന്തായാലും എനിക്ക് വെറുതെ വേണ്ട, ബിസ്സമൻ, ഞാൻ അതിൻ്റെ വില തരും, വില തന്നിട്ട് ഞാൻ വാങ്ങിക്കൊള്ളാം, വെറുതെ എനിക്ക് വേണ്ട. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആവേശമാണ്, നന്മ ചെയ്യാനുള്ള അടങ്ങാത്ത താല്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 ഒട്ടകത്തൊക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഏത് സമയത്തും പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയുന്നു, നന്മയുടെ കാര്യങ്ങളിൽ നമ്മൾ അബൂബക്കർമാരാവുക.
ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകളിലും ആവേശത്തോടു കൂടി മുന്നേറാൻ നമുക്ക് പറ്റണം. അള്ളാഹു നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. കർമ്മങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കനമുള്ളത്, തൂക്കമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലയഅതി റജുൽ അൽ അദീം അസ്സമീൻ. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരാളെ കൊണ്ടുവരും, നല്ല തടിച്ച വണ്ണമുള്ള ഒരു മനുഷ്യനാണ്. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾക്ക് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ കനം പോലും ഉണ്ടാവില്ല. ഞാൻ എന്തേ ആ തടിച്ച വണ്ണമുള്ള മനുഷ്യന് മീസാനിൽ കനമില്ലാത്തത്? അയാൾക്ക് അമലുകളില്ല. അമലിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കനമുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അറാഖിൻ്റെ കൊള്ളി എടുക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയതാണ്. അപ്പോൾ കാറ്റ് വീശിയപ്പോൾ തുണിയൊന്ന് അല്പം നീങ്ങി. അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ കാലുകൾ ഇങ്ങനെ പുറത്ത് കണ്ടു. നല്ല മെലിഞ്ഞ കാലുകളാണ് ഇബ്നു മസ്ഊദിൻ്റെ കാലുകൾ. അപ്പോൾ ആ കാല് കണ്ടപ്പോൾ സഹാബിമാർക്ക് ചിരി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അബ്ദുല്ലാഹി മസ്ഊദിൻ്റെ മെലിഞ്ഞ കാലുകൾ കണ്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹുദ്. ആ രണ്ട് കാലുകളുണ്ടല്ലോ, അത് നാളെ മീസാനിൽ ഉഹദ് മലയെക്കാളും കനമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഉഹദ് കണ്ടവർക്കറിയാം അതിൻ്റെ വലുപ്പവും വിശാലതയും എത്രയാണ്. ഒരു 7-8 കിലോമീറ്റർ നീണ്ടു പരന്ന് കിടക്കുന്ന മലനിരയാണ് ഉഹദ്. ആ ഉഹദിനേക്കാളും കനമുണ്ടാകും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ മെലിഞ്ഞ രണ്ട് കാലുകൾക്ക് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് എന്തിൻ്റെ കനമാണ്? അത് അമലിൻ്റെ കനമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്ത കർമ്മങ്ങളുടെ കനമാണ്. നമ്മളൊക്കെ മീസാനിൽ തൂക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. ആ മീസാൻ സത്യമാണ്, അതിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ അഖീദയാണ്. അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന തുലാസാൻ. അതിൻ്റെ കോലൊന്നും നമുക്കറിയില്ല. ലഹു കിഫത്താൻ, അതിൻ്റെ 2 തട്ടുകളുണ്ട്. അതിൽ നന്മയും തിന്മയും തൂക്കപ്പെടും, അതിൽ മനുഷ്യന്മാരെ തൂക്കപ്പെടും, നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഏട് തൂക്കപ്പെടും. ആ മീസാനിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ അഖീദയാണ്. വലാ തുൻകിറൻ ജഹ്ലൻ നകീറൻ വമുൻകറ വലൽ ഹൗദ വൽ മീസാന ഇന്നക തുൻസഹു. വിവരക്കേട് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഹൗദും മീസാനൊന്നും നീ നിഷേധിക്കണ്ട, നീ തള്ളിക്കളയണ്ട. അതൊക്കെ വരാനുള്ളതാണ്. അതിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും വിശ്വസിക്കണം. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തി റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. അപ്പോൾ ആ മീസാനിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. മീസാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ നീതിയാണ്. മീസാനെ നിഷേധിച്ച ആൾക്കാരാണ് മുഅ്തസിലിയാക്കൾ, ജഹ്മിയാക്കൾ. ഇവരൊക്കെ മീസാനെ നിഷേധിച്ചിട്ടുണ്ട്. ഒരു പറയുന്നത് ഒരു പച്ചക്കറിക്കടക്കാരനല്ലേ മീസാൻ്റെ ആവശ്യമുള്ളത്, തുലാസിൻ്റെ ആവശ്യമുള്ളത്, അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ നീതിയാണ്, നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. നമ്മളെത്ര ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ അള്ളാഹുവിന് ഇപ്പോൾ കർമ്മങ്ങൾ തൂക്കി കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾക്ക് എന്താണോ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. നിങ്ങൾ അള്ളാഹു ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തീർത്തും അർഹരാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് മീസാൻ. അതല്ലെങ്കിൽ ഇപ്പോൾ അള്ളാഹുവിന് ഹിസാബിൻ്റെയും മീസാൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മളെ വിചാരണ ചെയ്യാതെ തന്നെ നമ്മുടെ ലൈഫ് എന്താണ്, ജീവിതം എന്താണ് നമ്മുടെ റബ്ബിന് അറിയാം. നമ്മുടെ കർമ്മങ്ങൾ തൂക്കാതെ തന്നെ അതിൻ്റെ കനം എന്താണെന്ന് അള്ളാഹുവിന് അറിയാം. അപ്പോൾ ആ മീസാനിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. ശരിയായ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് തീരെ ക്ഷമിക്കാൻ കഴിയൂല. നന്മ ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. ക്ഷമയുള്ളവർക്കേ നന്മകളിൽ മുന്നേറുവാൻ പറ്റുകയുള്ളൂ. സഹാബിമാരൊക്കെ എന്തൊക്കെ സഹിച്ചിട്ടും എന്തൊക്കെ നേരിട്ടിട്ടുമാണ് ഈ ദീനിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് നിന്നത്. എത്ര ആവേശത്തിലാണ് പുണ്യങ്ങളിൽ അവർ മുന്നേറിയത്. സരിയത്തു സൈഫിൽ ബഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വായിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സൈനിക നീക്കം, ആ പേരിൽ അറിയപ്പെടുന്ന ഒരു സൈനിക നീക്കം നമുക്ക് കാണാൻ പറ്റും. 300 സഹാബിമാരെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കുകയാണ് ഖുറൈശികളുടെ ഒട്ടകക്കൂട്ടത്തെ പിടികൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പുറപ്പെടുമ്പോൾ ദീർഘമേറിയ യാത്രയാണ്, മാസങ്ങളെടുക്കും, അവർക്ക് ഭക്ഷണം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്താ കൊടുത്തതെന്നറിയോ? ഒരു തോൽപാത്രത്തിൽ കാരക്കകളാണ്, അതാണ് അവർക്ക് കൊടുക്കാനുള്ളത്. വേറൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലില്ല.
അത്ര ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കഴിഞ്ഞിരുന്നത്. ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ആണ് ഈ സരിയത്തു സൈഫിൽ ബഹറിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫകാന അബൂ ഉബൈദ യുഅ്തീന തംറതൻ തംറ. അബൂ ഉബൈദ ഞങ്ങൾക്ക് ഒരു കാരക്ക തരും. ഈ ഒരു കാരക്ക എന്ന് പറഞ്ഞാൽ ഒരു നേരം കഴിക്കാനുള്ളതല്ല, ഒരു ദിവസമാണ്. ഒരു ദിവസം ഒരു വലിയ മനുഷ്യന് ഒരു കാരക്ക കിട്ടിയാൽ അതുകൊണ്ട് എന്താണ് ആവുക? അപ്പോൾ ഇതിങ്ങനെ കേട്ടിരിക്കുന്ന ആൾക്കാർ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ കുൻതും തസ്നഊൻ, ആ ഒരു കാരക്ക കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക? ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയാണ്, നമുസ്സുഹാ കമാ യമുസ്സു സബിയ്യു. ഒരു ചെറിയ കുട്ടി ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് പോലെ ഞങ്ങളതിങ്ങനെ വായിൽ വെക്കും, എന്നിട്ട് അത് അലീക്കും. ഫനശ്റബു അലൈഹാ മിനൽ മാ, എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ വെള്ളം കുടിക്കും. ഞങ്ങളുടെ കയ്യിലുള്ള വടികൾ കൊണ്ട് ഞങ്ങൾ ഇല പൊഴിക്കും. ആ ഉണങ്ങിയ ഇലകൾ വെള്ളത്തിൽ മുക്കി കുതിർത്തിട്ട് ഞങ്ങളത് കഴിക്കുന്ന പറഞ്ഞത്. അതായിരുന്നു സഹാബിമാരുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ, അതായിരുന്നു അവരുടെ യാത്രകൾ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇവരിങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു കടൽ തീരത്തെത്തുന്നുണ്ട്. ആ കടൽ തീരത്തെത്തുമ്പോൾ അവിടെ വലിയൊരു തിമിംഗലം കരക്കടിഞ്ഞിട്ടുണ്ട്, ചത്ത് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കത് തിന്നാനൊരു മടിയുണ്ട്. അല്ലാഹു അലം, അന്ന് സഹാബിമാർക്ക് കടലിലെ മത്സ്യം അത് ചത്തതാണെങ്കിൽ തിന്നാൻ പറ്റുമെന്ന ഹുക്മ് അറിയാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ ഹദീസിൻ്റെ ഷർഹുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതിനൊടുവിൽ അബൂ ഉബൈദ പറയുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടവരാണ്, ഇത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള റിസ്ക്കാണ്, അതുകൊണ്ട് നമുക്കത് കഴിക്കാം. അത് വലിയൊരു തെമ്മിങ്കാലമായിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതിൻ്റെ വലിപ്പം കണ്ടിട്ട് കൗതുകത്തിന് സൈന്യത്തിൽ നിന്നൊരു 13 ആൾക്കാർ അതിൻ്റെ കണ്ണിൻ്റെ ഹോളിലേക്ക് ഇറക്കി നിർത്തുന്നുണ്ട് എന്നാണ്. അതിൻ്റെ കണ്ണിൻ്റെ ഹോളിലേക്ക് 13 സൈനികരെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇറക്കി നിർത്തുന്നുണ്ട്. അതിൻ്റെ വാരിയെല്ലെടുത്ത് നാട്ടി വെച്ചിട്ട് അതിൻ്റെ താഴത്ത് കൂടി വലിയൊരു ഒട്ടകത്തെ, അവരുടെ കൂട്ടത്തിലുള്ള വലിയൊരു ഒട്ടകത്തെയും അതിൻ്റെ മുകളിൽ ഒരാളെയും ഇരുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വലിപ്പം കണ്ടിട്ട് കൗതുകം കൊണ്ട് 1 മാസം അവരതാണ് കഴിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. നബിയോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്കിങ്ങനെ വിശന്നു, നമ്മൾ കടലിൽ നിന്ന് കിട്ടിയ ഈ തിമിംഗലത്തെ കഴിച്ചു, അതിൽ പ്രശ്നമുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൊണ്ടുവരും, നമുക്കത് വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നബി അത് കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് എന്താണെന്നറിയോ? നമുസ്സുഹാ കമാ യമുസ്സു സബിയ്യു. ഒരു ചെറിയ കുട്ടി ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് പോലെ ആ കാരക്ക ഞങ്ങൾ വായിൽ വെച്ച് അലിയിച്ചിട്ട് അതിൻ്റെ മീതെ വെള്ളം കുടിച്ച് ഞങ്ങളുടെ വിശപ്പ് പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ എത്ര വലിയ ത്യാഗവും എത്ര വലിയ സഹനവുമാണ് സഹാബിമാർ നന്മയുടെ വഴികളിൽ കാണിച്ചിട്ടുള്ളത്. നമുക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ എന്തൊരു മടിയൻ, നമുക്ക് കഴിയാത്തതുകൊണ്ടല്ലല്ലോ, നമ്മൾ മടിയന്മാരാണ്. അതാ ഞാൻ പറഞ്ഞത്, നന്മ ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഒരു 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഒരു പേജ് ഖുർആൻ ഓതണമെങ്കിൽ നല്ല ക്ഷമ വേണം. ആ ക്ഷമയാണ് നമുക്കില്ലാത്തത്. അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. നാളെ സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് മലക്കുകൾ അവരോട് എന്ത് പറഞ്ഞിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ സലാം, നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കയറിക്കോളി. എന്താ കാരണം? നിങ്ങൾ ക്ഷമിച്ചവരാൻ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ ക്ഷമ വേണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ വേണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരിതം നടക്കുമ്പോൾ മാത്രമല്ല ക്ഷമ ആവശ്യമുള്ളത്, നന്മ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും ക്ഷമ വേണം. ആ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗക്കാരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് അധികമായിട്ട് തരേണ്ടത്? അപ്പോൾ അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന,
അള്ളാഹുവെ നീ ഞങ്ങളുടെ മുഖം പ്രകാശിപ്പിച്ചില്ലേ, അലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിച്ചില്ലേ, രക്ഷപ്പെടുത്തിയില്ലേ, നീ ഇതിനപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? ഫയക്ഷിഫുൽ ഹിജാബ്, ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹിജാബ് നീക്കും, നൂറ് കൊണ്ടുള്ള പ്രകാശം കൊണ്ടുള്ള ഹിജാബ് അള്ളാഹു നീക്കും. നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ റബ്ബിനെ കാണും. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നതിനേക്കാളും വലിയൊരു അനുഭൂതി, ആനന്ദം, അനുഭവം സ്വർഗക്കാർക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ റബ്ബിനെ നമ്മൾ കാണുമെന്നത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. വഖുൽ യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഹ്റതൻ കമൽ ബദ്റു ലാ യഖ്ഫാ വറബ്ബുക ഔദഹു വലൈസ ബിമൗലൂദിൻ വലൈസ ബിവാലിദിൻ വലൈസ ലഹു ശിബ്ഹുൻ തആലൽ മുസബ്ബഹു. നമ്മുടെ റബ്ബിനെ 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മൾ കാണും, ഒരു മറയുമില്ലാതെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണും. അത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. 30ഓളം സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റുഅയത്തുല്ലാഹ്, അള്ളാഹുവിനെ കാണുമെന്ന വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, മൻ അൻകറ റുഅയത്തല്ലാഹ് ഫഹുവ കാഫിർ. ആരെങ്കിലും സ്വർഗത്തിൽ വെച്ച് ഈമാനുള്ളവർ അള്ളാഹുവിനെ കാണുകയില്ല എന്ന് പറയുകയാണെങ്കിൽ, ആ കാഴ്ചയെ നിഷേധിക്കുകയാണെങ്കിൽ, ഫഹുവ കാഫിർ, അവൻ ദീനിൽ നിന്ന് പുറത്താണ്. കാരണം അത് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസത്തിനെതിരാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇലാ റബ്ബിഹാ നാദിറ, അവർ അള്ളാഹുവിനെ കാണുന്നവരാണ്, അള്ളാഹുലേക്ക് നോക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. 14-ാം രാവിലെ സഹാബിമാരുടെ കൂടെ ഇരിക്കുമ്പോൾ നബി ആ ചന്ദ്രനെ ചൂണ്ടിയിട്ട് പറയാണ്, ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ സഹാബിമാരെ നിങ്ങൾ അള്ളാഹുവിനെ കാണും. അള്ളാഹുവിനെ കാണാൻ അതിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക. ചന്ദ്രനെ കാണുന്ന പോലെ കാണുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ചന്ദ്രനുമായിട്ട് കമ്പയർ ചെയ്യില്ല. ആ കാഴ്ചയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ചന്ദ്രനെ കാണാൻ ആർക്കും ഒരു തടസ്സമില്ലല്ലോ, തിക്കും തിരക്കും കൂട്ടേണ്ട കാര്യമുണ്ടോ? ആരും കാണാതിരിക്കുന്നില്ലല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ റബ്ബിനെ കാണാൻ നമ്മൾ ആരും തിക്കും തിരക്കും കൂട്ടേണ്ടതില്ല. ചന്ദ്രൻ മുകളിലാണ്, ആ നോട്ടം, ആ കാഴ്ച, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കാണുന്നു പറയുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وقبل غروبها فافعلوا. 2 നേരത്തെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. ആ 2 നേരത്തെ നിസ്കാരങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ളതാണ്, ഫജ്ർ നിസ്കാരാൻ. 2 സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ളതാണ്, അസ്ർ നിസ്കാരാൻ. ഈ 2 നിസ്കാരങ്ങളും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് 2 വളരെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങളാണ്. എല്ലാ നിസ്കാരങ്ങളും പ്രധാനപ്പെട്ട തന്നെയാണ്, ചില നിസ്കാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഈ അസ്ർ നിസ്കാരത്തിൻ്റെയും ഫജ്ർ നിസ്കാരത്തിൻ്റെയും വേറൊരു പ്രത്യേകതയാണ് മലക്കുകൾ സാക്ഷികളാകുന്നതാണ്. അഥവാ രാവിലും പകലിലും ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട്. രാവിൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അസ്റിൻ്റെ സമയത്താണ്, അവർ തിരിച്ചു മടങ്ങുന്നത് ഫജ്റിൻ്റെ സമയത്താണ്. പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഫജ്റിൻ്റെ സമയത്താണ്, അവർ തിരിച്ചു മടങ്ങുന്നത് അസ്റിൻ്റെ നേരത്താണ്. ഈ 2 കൂട്ടരും ഒരുമിച്ച് കൂടുന്ന നിസ്കാരങ്ങളാണ് ഫജ്ർ നിസ്കാരവും അസ്ർ നിസ്കാരവും. ഈ 2 കൂട്ടരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട്, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടിമകളെ അവിടെ ദുനിയാവിലാക്കിയിട്ട് പോകുന്നത്, ഏത് അവസ്ഥയിലാണ് നിങ്ങൾ അവരെ കണ്ടത്? അപ്പോൾ ആ മലക്കുകൾ പറയുന്നതാണ്, തറക്നാഹും വഹും യുസല്ലൂൻ അതൈനാഹും വഹും യുസല്ലൂൻ. നമ്മൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴും ഒരു നിസ്കാരത്തിലായിരുന്നു, നമ്മൾ അവരുടെ അടുക്കൽ നിന്ന് പോരുമ്പോഴും നമ്മൾ നിസ്കാരത്തിലായിരുന്നു. ഈ മലക്കുകൾ സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കുക. വെള്ളിയാഴ്ച ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുരയിൽ പോയിട്ട് നെയ്ച്ചോറും പോത്തർച്ചയൊക്കെ തിന്നിട്ട് ആണ്ട് ഒരു ബോധമില്ലാതെ കിടന്നുറങ്ങിയാൽ അസ്ർ നിസ്കാരം നമുക്ക് ഉണ്ടാവില്ല. ആ അസ്ർ നിസ്കാരത്തിൽ പങ്കെടുത്ത മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് സാക്ഷി പറയുമ്പോൾ ആ കൂട്ടത്തിലും നമ്മളുണ്ടാവില്ല. അപ്പോൾ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ഈമാനുള്ളൊരു മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ്. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ഒരു അടിമയുടെ മനസ്സെന്ന് തോന്നുന്ന അടങ്ങാത്ത ഇഷ്ടമാണത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, യാ റബ്ബി
അരിനി അൻദുർ ഇലൈക്, ഒന്ന് കാണിച്ചു താ റബ്ബേ നിന്നെ, ഞാനൊന്ന് നിന്നെ നോക്കട്ടെ, നിന്നെ കാണട്ടെ. ഇന്നക ലൻ തറാനി, ഈ ദുനിയാവിൽ വെച്ചിട്ട് മൂസ നിനക്കെന്നെ കാണാൻ കഴിയൂല. നമ്മുടെ റബ്ബിനെ കാണുന്ന ആ നിമിഷത്തെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും ആലോചിക്കുക. എല്ലാവരും കൈവിട്ട സമയത്തും അർദ്ധരാത്രിയിൽ കണ്ണീരൊഴുക്കി നമ്മൾ വേദന പറഞ്ഞപ്പോൾ, സങ്കടം പറഞ്ഞപ്പോൾ, ആ സങ്കടം കേട്ടത് നമ്മുടെ റബ്ബാണ്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം തന്നത്, കുടിക്കാനുള്ള വെള്ളം തന്നത് അവനാണ്. നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ഉപ്പയെക്കാളും നമ്മളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. നമ്മൾ എത്ര തെറ്റ് ചെയ്തപ്പോഴും നമ്മുടെ മാനം കളയാതെ ആളുകളിൽ നിന്ന് അതൊക്കെ നമ്മളെ സംരക്ഷിച്ച് മറച്ചു പിടിച്ച് നമ്മളെ അഭിമാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്തവൻ നമ്മുടെ റബ്ബാണ്. ആ റബ്ബിനെ നമ്മൾ കാണും, അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണമേ റഹ്മാനെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും നൽകണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.